ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ട്. ഇന്ന് നിൽക്കുന്നത് കോട്ടൂർ ആന പാർക്കിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, ഗോൺഹാൻവേയുടെ മെഡിക്കൽ ക്യാമ്പ് നിങ്ങൾ കണ്ടു കാണും. ഗവൺമെൻറ് കണ്ണാശുപത്രിയിൽ ചിത്രാരാഘവൻ മാഡം ഉൾപ്പെടുന്ന ഡോക്ടർ സംഘം വന്നു. അപ്പോൾ ക്യാമ്പ് കഴിഞ്ഞിട്ട് അവർ ആന പാർക്ക് കാണാൻ വരുന്ന പാർക്കിൻ്റെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. റിഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയും. കേരളത്തിൽ മൊത്തം 4 ആന പാർക്കുണ്ട്. കേട്ടുണ്ടോ? ഒന്ന് കോന്നി ആന പാർക്ക്, അത് കഴിഞ്ഞ് കോടനാടുണ്ട്, വയനാട് ഒന്നുണ്ട്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. 4ാമത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ റെസ്ക്യൂ ആൻഡ് റിഹാബിലിറ്റേഷൻ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനം കുറേ കൂടെ നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആന മ്യൂസിയം ഇവിടെ ആയിട്ട് മാറും. ഏഷ്യയിലെ ഏറ്റവും വലിയ ആനകളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടെ ആയിട്ട് മാറും. ത്തിനുള്ളിൽ ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആനകൾക്കുള്ള മോർച്ചറിയും ക്രിമിറ്ററിയും പണിതുകൊണ്ടിരിക്കുന്നു. ഇത്രയും ബൃഹത്തായ ഏകദേശം 125 കോടിയുടെ രൂപയുടെ പ്രവർത്തനം നടന്നു വരുന്നത്. നിലവിൽ ഏഷ്യയിലുള്ളതിൽ ഏറ്റവും പ്രായം കൂടിയ ആനയുള്ളതും ഇവിടെയാണ്. ഇവിടെ നിന്ന് 5.5 കിലോമീറ്ററുള്ള നെയ്യാർ ഡാമിലോട്ട്. നെയ്യാർ ഡാമിൽ ഉള്ള 4 സംഭവങ്ങൾ, ഇതൊന്നും അധികം ആർക്കും അറിയത്തില്ല. എല്ലാം റിഹാബിലിറ്റേഷനാണ്. എലിഫൻറ്റ് റിഹാബിലിറ്റേഷൻ, ലയൺ സഫാരി റിഹാബിലിറ്റേഷനാണ്, ഇപ്പോൾ ലയൺ ഇല്ല. 3ാമത് ക്രോക്കോഡൈൽ റിഹാബിലിറ്റേഷൻ ഇവിടെയാണ്. ഡിയർ പുള്ളിമാനുണ്ടല്ലോ, അതിൻ്റെ റിഹാബിലിറ്റേഷൻ ഇവിടെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു മനോഹരമായിട്ടൊരു നാടാണ് നമ്മളിവിടെ. ഏകദേശം അഗസ്ത്യാനം ബയോളജിക്കൽ പാർക്ക് എന്ന് അറിയപ്പെടുന്നത് പറഞ്ഞ 3 സെഗ്മെൻറ്റാണ്. അഗസ്ത്യ കൂടം വരുന്നത്, കേരളത്തിൻ്റെ 2ാമത്തെ കൊടുമുടിയ അഗസ്ത്യ കൂടം വരുന്നത് നമ്മൾ ഈ വനത്തിനുള്ളിലാണ്. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ നടന്നിട്ട് ഈ വനത്തിനുള്ളിൽ വരുന്ന കതിർമുടി ട്രക്കിംഗ് ഉണ്ട്. 4 കിലോമീറ്റർ നടക്കണം. ആ 4 കിലോമീറ്റർ 3.5 കിലോമീറ്റർ കയറ്റമാണ്. ഇത്രയും കയറ്റം കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ലേ, ഇതുപോലെ അഗസ്ത്യ കൂടത്തിന് നമുക്ക് നേർക്ക് നേരുക.
കൊട്ടൂരിലെ ഈ ഒരു ആന പാർക്ക് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ വന്ന് കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്ഥാപനം ശരിക്കും ഉണ്ടോ എന്നുള്ളതിന് എനിക്കൊരു ശരിക്കും നേരിൽ കണ്ടപ്പോഴത്തേക്കും അത് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നി. കുഞ്ഞാനകൾ മുതൽ എടുത്ത് വളർത്തി അവരെ വലുതാക്കി സ്നേഹിച്ച് പരിപാലിച്ച് ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ ഈ നാട്ടുകാരും എന്നോടൊപ്പം ഈ ക്യാമ്പ് ഭാരവാഹികൾ എന്നെ ഇവിടെ കൊണ്ടുവന്നവർ അവർക്ക് തന്നെയുണ്ട് ഓരോ ആനയോടും അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയുള്ള ഒരു സ്നേഹവായ്പ്. സോ ഇതിനെല്ലാം കൂടെ ഈ ലേക്കും ഈ പ്രകൃതി ഭംഗിയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും എനിക്ക് ജീവിതത്തിൽ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയൊരു ദിവസം. എന്നും ഞാൻ ഓർക്കും. ഇനിയും ഞാൻ വരണം എന്നാഗ്രഹിക്കുന്ന ചില ഇടങ്ങളിൽ ഒന്നായി എന്നും ഒരു നിലയുള്ളൂ. കൊട്ടൂർ ആന പാർക്കിൽ വന്നിട്ട് എന്താ അഭിപ്രായം? സൂപ്പർ, അടിപൊളി. എന്തായാലും എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതെ, ആനകൾ മാത്രമല്ല ഇവിടെ ബാക്കി എല്ലാ കുറേ ആനിമൽസ് ഉണ്ട്. ആൻഡ് ഇവിടുത്തെ നേച്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും അൺടച്ച്ഡ്. അധികം ടൂറിസ്റ്റ് എന്ന് വന്ന് ഒന്നും വൃത്തിയോടും ആക്കിയിട്ടില്ല. നല്ല നീറ്റ്, വെൽ മെയിൻറ്റെയിൻഡ്, നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. എത്ര വയസ്സായിരുന്നു? എത്ര നാളായി കാണുന്നില്ല? ഷുഗർ ഉണ്ടായിരുന്നോ? ഷുഗർ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കിയേ. ഇതെവിടെ ചെയ്തതാ? കണ്ണാശുപത്രിയില്. അപ്പോൾ ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞു. ഇതാ ഇവിടെ വന്ന് കൊട്ടൂർ ആനയും ആന പാർക്കിൻ്റെ ഭംഗിയും കണ്ടു, ആനയെ കണ്ടു, ആന കുളിക്കുന്നത് കണ്ടു, ആന വിളിക്കുന്നത് കേട്ടു. മേഡം എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇനി ഇവരല്ല, ഇത് വന്നതേ ഉള്ളൂ. ഇനി ഒരു ടീമായിട്ട് വീണ്ടും വരും. തിരുവനന്തപുരം കണ്ണാശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരും സ്റ്റാഫുകളും ജൂനിയേഴ്സും എല്ലാവരും ഇനിയും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബ സമേതം ആനവിട്ട് 12-ാം തീയതി ഗജദിനമാണ്, ആനവിട്ടാണ്. അപ്പോൾ ആ കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോ കാണാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക.